പുറത്തിറങ്ങിയ കേജ്രിവാളിന് അധികാരങ്ങളില്ല എന്നുള്ളതാണ് ഇപ്പോൾ BJPയെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്നത്. മാത്രമല്ല, എന്തിനാണ് അകത്തു പോയത്? അഴിമതി കേസിലാണല്ലോ. അഴിമതിക്കെതിരെ സമരം ചെയ്തു വന്ന രാഷ്ട്രീയ നേതാവാണല്ലോ ഇപ്പോൾ അഴിമതി കേസിലായിരിക്കുന്നത്, ജയിലിലായത് എന്നുള്ളത് വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. തെളിവ് എവിടെ, തെളിവുകൾ എത്രത്തോളം കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, കോൺഗ്രസ് ഈ വിഷയത്തെ ഈ ഘട്ടത്തിൽ എങ്ങനെ കാണുന്നു എന്നതും പ്രധാനമാണ്. ആം ആദ്മി പാർട്ടി ഇപ്പോൾ കേജ്രിവാൾ പുറത്തു വരുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം, അതിനെ കോൺഗ്രസ് എങ്ങനെ കാണുന്നു? അല്ല, ഞങ്ങള് അഴിമതിക്കെതിരെ ആർക്കും, അഴിമതി നടത്തുന്ന ആർക്കുമെതിരെ കേസെടുക്കുന്നതിന് കോൺഗ്രസ് പാർട്ടി എതിരല്ലല്ലോ. അരവിന്ദ് കെജ്രിവാളിനെതിരെ ആക്ഷേപം ഉയർന്നു. ആ ഉയർന്ന കാര്യത്തിൽ പരാതി വരുന്നു. പരാതി വരുമ്പോൾ അത് കേസെടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായ നടപടിക്രമമാണ്. ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്കാർക്കും ഒരു തർക്കവുമില്ല. പക്ഷെ ആ കേസിൽ കിട്ടിയ പരാതിയിന്മേൽ അടയിരുന്നത് ആരാണ്? എത്ര കാലം ഈ കേസിൽ അന്വേഷണം നടത്താതെ നെഗോസിയേഷൻ നടത്തി BJPയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണ നേതൃത്വം എത്ര കാലം ഇത് വൈകിപ്പിച്ചതിന് ശേഷം ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ സഖ്യം രൂപപ്പെടുമ്പോഴാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിനെതിരെ പരാതി ഉയർന്നാൽ ആ പരാതി അന്വേഷിക്കരുതെന്ന് ആരും പറഞ്ഞില്ല. അദ്ദേഹത്തിനെതിരെ കേസെടുക്കരുത് എന്ന് ഞങ്ങളാരും പറഞ്ഞില്ല. ആ കേസെടുക്കുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല. പക്ഷെ ആ കേസ് എടുക്കേണ്ട സമയത്ത് എടുത്ത് അറസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതാണെങ്കിൽ പൂർത്തിയാക്കി, അല്ലെങ്കിൽ അന്വേഷിച്ച് ആവശ്യമായ രേഖകൾ സഹിതം അത് കോടതിയിലെത്തിക്കേണ്ടതിന് പകരം ED ഈ കാര്യങ്ങളിൽ കൃത്യമായി അവരുടെ അന്വേഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അനവസരത്തിലെ അറസ്റ്റ്, ഉചിതമല്ലാത്ത സമയത്തെ ഇടപെടൽ, അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടുന്നതായ അന്വേഷണം ഈ 5.5 മാസക്കാലം ജയിലിൽ കിടന്നിട്ടും അവർക്ക് രേഖകൾ അവിടെ സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ വീഴ്ചയാണ്. കൃത്യമായ രേഖകളില്ലാതെ, കുറ്റങ്ങൾ കണ്ടെത്താതെ ഒരാളെ അകാരണമായി കാലങ്ങളോളം ജയിലിലിടുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഇതിൽ വളരെ ഗൌരവമായി കാണേണ്ടത്, ഇതിന്റെ അകത്തെ കേസ് കേട്ട ഉജ്വൽ എന്ന് പറയുന്ന ജഡ്ജി തന്നെ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണമുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ED കേസിൽ താൽക്കാലികമായി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുകയുണ്ടായി. ഈ അനുവദിക്കുന്നതുവരെ CBI എടുത്ത കേസിൽ CBI എന്തെടുക്കുമായിരുന്നു? എത്ര മാസക്കാലമാണ് CBI കേസെടുത്തിട്ട് ഇതിനെ സംബന്ധിച്ച് ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നത്? കോടതിയുടെ ഇടപെടലിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തിക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ടീഷൻ ബെയിൽ അനുവദിക്കുമ്പോൾ ആ അനുവദിക്കുന്ന സമയത്ത് മാത്രം എന്തിനാ അറസ്റ്റ് ചെയ്യാൻ CBIക്ക് വ്യഗ്രത? 22 മാസം CBI കാത്തിരുന്നത് എന്തിനാണ്? ഒരേ കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ CBI 22 മാസം എന്തിന് കാത്തുന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. അത് കോടതി ചോദിച്ചു. അതെ, അത് തന്നെയാണ് ജസ്റ്റിൽ ഉജ്വൽ ഭുയാൻ ചോദിച്ച ചോദ്യമാണ്. അതെ, അദ്ദേഹം വളരെ കൃത്യമായി ചോദിച്ചു. 22 മാസത്തിലേറെ ഈ പരാതിയും കേസും കെട്ടും എല്ലാം നിങ്ങളുടെ കയ്യിൽ ഇരുന്നിട്ട് ED ജാമ്യം കൊടുക്കുന്ന ദിവസമാണോ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നത് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം എന്താ? ഇവിടെ ആം ആദ്മി പ്രതിനിധി, ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹം ചർച്ചയിലിരിക്കുന്നത്. രാഷ്ട്രീയമായി വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും. അല്ല, മറ്റേ BJPയുടെ പ്രതിനിധി, അദ്ദേഹവുമായി ഞാൻ ആദ്യമായിട്ടാണ് ചർച്ചയിലിരിക്കുന്നത് എന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട ഔചിത്യമുണ്ട്. ഇന്ത്യയിൽ 2 തവണ നമ്മൾ ആലോചിക്കേണ്ടത്, ഞങ്ങൾ രാഷ്ട്രീയമായി എതിർത്തിട്ടുണ്ട്. അല്ലല്ല, നിങ്ങൾ സംസാരിക്കേണ്ട, ഞാൻ സംസാരിക്കട്ടെ. മനസ്സിലായില്ലേ? ആ പണിയൊന്നും ഇങ്ങോട്ട് വേണ്ട, ഞാൻ പറയട്ടെ. അപ്പൊ നിലവിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തിയോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, രാഷ്ട്രീയമായി വിയോജിപ്പുണ്ട്. ഞങ്ങൾ എതിർത്തിട്ടുണ്ട്, ഞങ്ങൾ എതിർത്ത് മത്സരിച്ചിട്ടുണ്ട്. ധാരണയിലെത്തേണ്ട സന്ദർഭത്തിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. നിങ്ങൾ കാണണം, ഡൽഹി പോലൊരു സ്റ്റേറ്റിൽ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിന്റെയും പരിച്ഛേദങ്ങളുള്ള സ്റ്റേറ്റിൽ ഒരു തെരഞ്ഞെടുപ്പിൽ വന്നതിന് ശേഷം ആ സഭ പിരിച്ചുവിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാൻ കഴിഞ്ഞ ഒരാളെ ബണ്ടി ചോറിനോട് ഉപമിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടത് ആരാ? ഏത് ഭാഷയിലാണ് മറുപടി പറയേണ്ടത്? എന്ത് മര്യാദകളാണ് ഈ മനുഷ്യൻ ഈ ചർച്ചയിൽ വന്നിട്ട് സംസാരിച്ചത്? എനിക്ക് ആം ആദ്മിയുടെ വക്കാലത്തൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു ചർച്ചയിൽ പാലിക്കേണ്ട മിനിമം മര്യാദയുണ്ട്, രാഷ്ട്രീയ മര്യാദ. ഞാൻ അരവിന്ദ് കെജ്രിവാളിനെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായതുകൊണ്ടല്ല, ഞങ്ങൾ എതിർത്തിട്ടുണ്ടെന്നേ, ഞങ്ങൾ വിയോജിക്കുമെന്നേ. രാഷ്ട്രീയം പറഞ്ഞ് വിയോജിക്കണം. ബണ്ടി ചോറും അരവിന്ദ് കെജ്രിവാളും ഒന്നാണെന്നാണോ? എന്താ BJPയുടെ അങ്ങനെ ഉപമിക്കാൻ പറ്റുന്ന ഒരുപാട് പേര് BJP കാണും. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആളുകൾ, മനസ്സിലായില്ലേ? അവരെയൊക്കെയാണ് അത് പോയി പറയേണ്ടത്. ചർച്ചയിൽ സംസാരിക്കുമ്പോൾ ഒരു അഭിഭാഷകനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ പാലിക്കേണ്ട ചില ഔചിത്യങ്ങളുണ്ട്. രാഷ്ട്രീയ എതിരാളികളോടാവട്ടെ ക്രിയാത്മകമായ വിമർശനമാകാം, ശരി, ഒരു ഔചിത്യം കാണിക്കണം ഇത്തരം കാര്യങ്ങളിൽ.
ഈ ചർച്ച കേൾക്കാനിരിക്കുന്ന ആളുകൾ ഇത് ഓഫ് ചെയ്ത് പോകാതിരിക്കണമെങ്കിൽ, നാളെയും മാന്യത കിട്ടണമെങ്കിൽ കുറച്ച് മര്യാദ കാണിക്കണം. ഇവിടെ നമ്മുടെ പോയിന്റ് എന്താ? സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫയലിൽ ഒപ്പിടാൻ കഴിയുമോ? അത് വേറിട്ട നിയമപ്രശ്നമാണ്. ആ വേറിട്ട നിയമപ്രശ്നം ഇതേ വിധിന്യായം പുറപ്പെടുവിക്കുമ്പോൾ, അതായത് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുമ്പോൾ തന്നെ അതിൽ ഒരു ജഡ്ജി പറയുന്നു ലോജിക്കലി ഇത് ശരിയല്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ലോജിക്കലി ഇത് ശരിയല്ല. കാരണം കുറ്റം ചാർത്താൻ കഴിഞ്ഞിട്ടില്ല, കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. 5.5 മാസമായിട്ടും ED ആണെങ്കിലും CBI ആണെങ്കിലും ഇതിന്റെ പിന്നിൽ അടയിരിക്കുകയാണ് ചെയ്തത്. ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ മാത്രമാണ് അറസ്റ്റ്. അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കൃത്യമായ ബോധ്യം കോടതിക്കുണ്ട്. ഇപ്പോൾ പോലും ഈ വന്ന വിധിന്യായത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വിധിയല്ല, ഇതിന്റെ അത് ബെയിൽ ആപ്ലിക്കേഷൻ മേലുള്ള നടപടിക്രമം, ആ നടപടിക്രമത്തിൽ പോലും ആ നടപടി എടുത്ത ജഡ്ജി തന്നെ പറയുന്നു ഇത് ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്, വിമർശിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും നിയമപരമായ പോരാട്ടങ്ങൾക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിക്കുന്നതിനാണെങ്കിലും ഫയലിൽ ഒപ്പിടുന്നതിനാണെങ്കിലും ആ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ പോരാട്ടത്തിന് സാധ്യത നൽകുന്ന പരാമർശത്തോടു കൂടിയാണ് ഈ ജാമ്യം അനുവദിച്ചത് എന്നത് ഇപ്പോഴും സുപ്രീം കോടതിയെ ബഹുമാനിക്കുന്ന ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ റെസ്പെക്ടോടുകൂടി കാണുന്നു, പോസിറ്റീവായി കാണുന്നു, പ്രതീക്ഷയോടുകൂടി കാണുന്നു. Debate with Smriti Parithikad.